നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ LDFിലെ ചെറു പാർട്ടികൾ വലിയ അസ്വസ്ഥതയിലാണ്. കാരണം മറ്റൊന്നുമല്ല, സീറ്റ് വിഭജനത്തിൽ ചെറു പാർട്ടികളുടെ കയ്യിലിരിക്കുന്ന നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഈ ചെറു പാർട്ടികൾ കൂട്ടമായി UDFന് കൈകൊടുക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. ഇത് CPMനെ കുഴപ്പിക്കുന്നുണ്ട്. CPI അടക്കമുള്ള മറ്റു പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. RJD മത്സരിച്ച കൽപ്പറ്റ സീറ്റാണ് ആദ്യം CPM തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വടകര സീറ്റ് RJDക്ക് നൽകുന്നതിലും പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട്. UDFനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ടു കക്ഷികൾ മാത്രമേ മുന്നണിയിലുള്ളൂ എന്നത് ഇക്കാര്യത്തിൽ അവർക്ക് വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർ കരുതുന്നുണ്ട്. എന്നാൽ കൂടുതൽ സീറ്റിനുള്ള അവകാശവാദം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് മുന്നോട്ട് വെക്കുന്നുമുണ്ട്. അതൊന്നും നടക്കില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം ഇടതുമുന്നണിയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. ഘടകകക്ഷികളുടെ എണ്ണം തന്നെയാണ് കാരണം. കേരള കോൺഗ്രസ് M ഇക്കുറി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും ഉറപ്പാണ്. അതോടൊപ്പം മറ്റു ഘടകകക്ഷികളും രംഗത്ത് വരും എന്നും ഉറപ്പാണ്. ഈ പശ്ചാത്തലത്തിലാണ് കൽപ്പറ്റ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPMനുള്ളിൽ ശക്തമാകുന്നത്. കഴിഞ്ഞ തവണ CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കൽപ്പറ്റയാണ് MB ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള RJDക്ക് നൽകിയത്. അവിടെ ശ്രേയാംസ് കുമാർ നേരിട്ട് മത്സരിച്ചിട്ടും ജയിച്ചില്ല. CK ശശീന്ദ്രനെ നിർത്തി CPMന് വീണ്ടും ജയിക്കാൻ കഴിയുമായിരുന്ന സീറ്റ് RJDക്ക് കൊടുത്തത് നഷ്ടമായെന്നാണ് CPMലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനി ആ സീറ്റ് RJDക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇക്കുറി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് അവിടുത്തെ പാർട്ടി ഘടകം നേതൃത്വത്തിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട്. NM വിജയന്റേതുൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മഹത്യകളും അതിനെ തുടർന്ന് അവിടെ പാർട്ടിയിൽ ഉടലെടുത്തിട്ടുള്ള പ്രശ്നങ്ങളും CPMന് ഗുണകരമാകും എന്നാണ് CPM വിശ്വസിക്കുന്നത്. മാത്രമല്ല, മുണ്ടയ്ക്ക് ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികളും വീടുകൾ നൽകാമെന്ന വാഗ്ദാനം കോൺഗ്രസിന് പാലിക്കാൻ സാധിക്കാത്തതും ഇടതുമുന്നണിക്ക് ഏറെ അനുകൂല ഘടകങ്ങളാണ്. ഇപ്പോഴത്തെ MLA IC ബാലകൃഷ്ണനെതിരായ വികാരം മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിൽ തന്നെ ശക്തമായിരിക്കുന്നതിനാൽ സുൽത്താൻ ബത്തേരിയിൽ അല്പം ശ്രദ്ധിച്ചാൽ വിജയം ഉറപ്പിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. മാനന്തവാടി CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. കൽപ്പറ്റയിലും ജയിക്കാം. പക്ഷേ അവിടെ വീണ്ടും ശ്രേയാംസ് കുമാറാണ് മത്സരിക്കുന്നതെങ്കിൽ അക്കാര്യം ഉറപ്പിക്കാൻ കഴിയില്ലെന്നും CPMന്റെ പ്രാദേശിക നേതൃത്വം വിലയിരുത്തുന്നു. ഇതോടെയാണ് കൽപ്പറ്റ CPM പിടിച്ചെടുക്കുന്നത്. സമാന വികാരമാണ് വടകര മണ്ഡലത്തിന്റെ കാര്യത്തിലും പാർട്ടിക്കുള്ളത്. ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു ഇത്. ജനതാദൾ Sന്റെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ തവണ RJDക്ക് നൽകിയത്. അതവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. സീറ്റ് തിരിച്ചെടുത്ത് CPM അവിടെ മത്സരിക്കണം എന്നാണ് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇത്തരം വിലയിരുത്തലുകൾ കാരണം ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനത്തിൽ RJDയുടെ കാര്യം പരിതാപകരമാകാനാണ് സാധ്യതയെന്നും കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഇടതുമുന്നണിക്ക് RJDയോട് വലിയ താല്പര്യമില്ല. അവർ പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ് നിലപാട്. KP മോഹനനെ മാത്രം ഒപ്പം നിർത്തുക എന്ന നയമാണ് CPMനുള്ളത്. ഇത്തരത്തിലുള്ള പല ചെറു പാർട്ടികളായി നിൽക്കുന്നവർ ഒരുമിക്കണമെന്ന് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് പിന്നാലെ CPMും ഇടതുമുന്നണിയും നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ HD ദേവഗൌഡയുടെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി MV ശ്രേയാംസ് കുമാറും കൂട്ടരും RJDയിൽ ലയിക്കുകയായിരുന്നു. ഇതിൽ CPMന് തൃപ്തി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് വിഘടിച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസുകളുടെ കാര്യവും എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ചുരുങ്ങിയത് 6 MLAമാരെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ക്യാമ്പിൽ എത്തുമെന്ന് ഇപ്പോഴേ ഉറപ്പിക്കാം.